നമസ്കാരം. സ്വർണ്ണാഭരണങ്ങൾ വെറും അലങ്കാരമല്ല, മറിച്ച് സാമ്പത്തിക പ്രതിസന്ധികളിൽ സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ കരുത്താണ്. നിങ്ങൾ സ്വർണം പണയം വയ്ക്കാൻ ആലോചിക്കുന്നവരോ അതോ പതിവായിട്ട് സ്വർണ്ണപ്പണ ഇടപാടുകൾ നടത്തുന്നവരോ ഒക്കെ ആണെങ്കിൽ സ്വർണ്ണപ്പണയ വിപണിയിൽ വന്നിരിക്കുന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഉത്തരവ് പ്രകാരം 2026 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ സ്വർണ്ണപ്പണയ മേഖലയിൽ അടിമുടി മാറ്റങ്ങൾ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. വായ്പയായിട്ട് ലഭിക്കുന്ന തുക മുതൽ സ്വർണം തിരികെ ലഭിക്കുന്ന കാലതാമസത്തിനുള്ള നഷ്ടപരിഹാരം വരെ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് വലിയ മുൻതൂക്കം നൽകുന്ന ഈ പുതിയ നിയമങ്ങൾ ഓരോ സാധാരണക്കാരനും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഈ മാറ്റങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് വായ്പാ തുകയുടെ പരിധിയിൽ കൊണ്ടുവന്ന വർധനമാണ്. മുൻപ് സ്വർണ്ണവിലയുടെ 75% മാത്രമാണ് വായ്പയായിട്ട് ലഭിച്ചിരുന്നതെങ്കിൽ പുതിയ നിയമപ്രകാരം വായ്പാ തുകയുടെ അടിസ്ഥാനത്തിൽ അതിനെ 3 തരം തിരിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപ വരെയുള്ള ചെറുകിട വായ്പകൾക്ക് സ്വർണ്ണവിലയുടെ 85% വരെ ഇനി തുകയായിട്ട് ലഭിക്കും. അതായത് 1 ലക്ഷം രൂപയുടെ സ്വർണ്ണത്തിന് മുൻപ് 75,000 രൂപ വരെ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ 85,000 രൂപ വരെ ലഭിക്കുമെന്ന് ചുരുക്കം. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള വായ്പകൾക്ക് 80%, 5 ലക്ഷത്തിന് മുകളിലുള്ള വലിയ വായ്പകൾക്ക് പഴയ നിരക്കായിട്ടുള്ള 75% ലഭിക്കുന്നതാണ്. സാധാരണക്കാരായ വായ്പക്കാർക്ക് കുറഞ്ഞ അളവ് സ്വർണ്ണത്തിൽ നിന്ന് കൂടുതൽ പണം ലഭ്യമാക്കാനായിട്ട് ഈ മാറ്റം സഹായിക്കും. രേഖകളുടെ കാര്യത്തിലും വലിയ ഇളവുകളാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പയെടുക്കുന്ന സാധാരണക്കാർക്ക് ഇനി മുതൽ സങ്കീർണമായിട്ടുള്ള വരുമാന പരിശോധനയോ ക്രെഡിറ്റ് സ്കോർ അതായത് സിബിൽ പരിശോധനയോ ബാങ്കുകൾ നിർബന്ധമാക്കില്ല. ഇത് അടിയന്തര വൈദ്യസഹായത്തിനോ അല്ലെങ്കിൽ മറ്റ് പെട്ടെന്നുള്ള പണം ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വളരെയധികം ആശ്വാസമാണ്. എങ്കിലും സ്വർണത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ബാങ്കുകൾ കൂടുതൽ ജാഗ്രത പാലിക്കുന്നതാണ്. പഴയ ബില്ലുകൾ കയ്യിലില്ലാത്തവർക്ക് സ്വർണം തൻ്റേതാണെന്ന് വ്യക്തമാക്കുന്ന ഒരു സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം സെൽഫ് ഡിക്ലറേഷൻ നൽകിയാൽ മതിയാകും. മോഷണം പോയ സ്വർണം ബാങ്കുകളിൽ എത്തുന്നത് തടയാനായിട്ട് വേണ്ടിയിട്ടാണ് ഉടമസ്ഥാവകാശ രേഖകളിൽ ഇത്രയധികം കർശനമായിട്ടുള്ള നിലപാട് RBI സ്വീകരിച്ചിരിക്കുന്നത്. വായ്പ തിരിച്ചടയ്ക്കുന്ന രീതിയിലുമൊക്കെ തന്നെ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാനായിട്ട് ഈ പുതിയ നിയമം ലക്ഷ്യമിടുന്നുണ്ട്. പലിശയും മുതലും ഒരുമിച്ച് അടച്ചു തീർക്കുന്ന ബുള്ളറ്റ് റീപേയ്മെൻറ്റ് പദ്ധതികളുടെ കാലാവധി ഇനി മുതൽ പരമാവധി 12 മാസമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് പലിശ മാത്രം അടച്ചുകൊണ്ട് വായ്പകൾ വർഷങ്ങളോളം പുതുക്കി കൊണ്ടുപോകുന്ന രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ പലിശയും മുതലും പൂർണ്ണമായിട്ട് അടച്ചു തീർത്താൽ മാത്രമേ വായ്പകളൊക്കെ തന്നെ പുതുക്കി നൽകുകയുള്ളൂ. ഇത് ഇടപാടുകാരെ അമിതമായിട്ടുള്ള കടക്കണിയിൽ നിന്ന് സംരക്ഷിക്കാനും കൃത്യമായിട്ടുള്ള സാമ്പത്തിക ആസൂത്രണത്തിലേക്ക് നയിക്കാനും സഹായിക്കും. കൂടാതെ വായ്പ പൂർണ്ണമായി അടച്ചു തീർത്താൽ വെറും 7 പ്രവൃത്തി ദിവസത്തിനകം ബാങ്ക് സ്വർണം തിരികെ നൽകിയിരിക്കണം എന്ന കർശന നിയമവും നിലവിൽ വന്നിട്ടുണ്ട്. ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകൾക്ക് ഉപഭോക്താവിന് നഷ്ടപരിഹാരം ലഭിക്കുമെന്നതാണ് ഈ നിയമത്തിലെ ഏറ്റവും വലിയ സവിശേഷത. വായ്പ തിരിച്ചടച്ച് നിശ്ചിത സമയത്തിനകം അതായത് 7 ദിവസം അതിനുള്ള സ്വർണം തിരികെ നൽകാൻ ബാങ്കിന് സാധിച്ചില്ല എങ്കിൽ ഓരോ ദിവസത്തെ കാലതാമസത്തിനും 5,000 രൂപ വീതം ബാങ്ക് ഉപഭോക്താവിന് പിഴയായിട്ട് നൽകണം. ഇത് ബാങ്കുകളുടെ ഭാഗത്തുനിന്നുള്ള മെല്ലെപ്പോക്കിന് അന്ത്യം കുറിക്കുന്നതാണ്. ഇനി മറ്റൊരു വലിയ മാറ്റം അത് വെള്ളിയും ഇനി പണയമായിട്ട് സ്വീകരിക്കും എന്നതാണ്. 10 കിലോ വരെയുള്ള വെള്ളി ആഭരണങ്ങളോ 500 ഗ്രാം വരെയുള്ള വെള്ളി നാണയങ്ങളോ ബാങ്കുകളിൽ പണയം വെച്ച് വായ്പയെടുക്കാം. സ്വർണ്ണമില്ലാത്തവർക്കും വെള്ളി ആഭരണങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് പണം കണ്ടെത്താൻ ഈ നിയമം വഴിയൊരുക്കുന്നുണ്ട്. വായ്പ തിരിച്ചടവ് മുടങ്ങുന്ന സാഹചര്യത്തിൽ നടത്തുന്ന ലേല നടപടികൾ കൂടുതൽ സുതാര്യമാക്കിയിട്ടുണ്ട്. സ്വർണം ലേലം ചെയ്യുന്നതിന് മുൻപ് പത്രപരസ്യം നൽകണമെന്നും വിപണി വിലയുടെ 90% കുറഞ്ഞ തുകയ്ക്ക് സ്വർണം വിൽക്കാൻ പാടില്ലെന്നും RBI കർശനമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ലേലത്തിന് ശേഷം ബാങ്ക് ഈടാക്കേണ്ട തുക കഴിച്ച് ബാക്കി തുകയുണ്ടെങ്കിൽ അത് 7 ദിവസത്തിനകം ഇടപാടുകാരൻ്റെ അക്കൗണ്ടിലേക്ക് തിരികെ നൽകണം. ചുരുക്കത്തിൽ പണയം വയ്ക്കുന്ന സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ബാങ്കുകളുടെ ചൂഷണം അവസാനിപ്പിക്കാനും ഈ മാറ്റങ്ങൾ വലിയ പങ്ക് വഹിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത്. നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം. ഇതുവരെയും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.